ഞാനിപ്പോൾ നിൽക്കുന്നത് വെറോണ സിറ്റിയുടെ ഭാഗത്താണ്. സെൻട്രലിൽ ഞാനും ആദ്യമായിട്ട് വരുന്നതാണ്. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളൊക്കെ കുറവായിരുന്നു. ഇവിടെ കേട്ട അറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റോം സിറ്റിയിലാണ്. റോമിലൊക്കെ താമസിച്ചവർക്ക് ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ. ഒരു വൈബുണ്ട് ഇവിടെ, ആ റോമിൻ്റെതായ വൈബുണ്ട്. കൊളോസിയം പോലത്തെ വെറോണ അരേന എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ എനിക്ക് റോമിൽ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ പോലത്തെ ഫീലിങ്സ് ആയിരിക്കും ബിൽഡിങ്ങുകളും മറ്റുള്ളത്. കുറച്ചും കൂടിയും എന്താ പറയണേ, അപ്പോൾ എനിക്ക് റോമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത്രയും തന്നെ പ്രാധാന്യമുള്ളൊരു സിറ്റിയാണ് വെറോണ സിറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കുറച്ച് ആൻഷ്യൻസ് ആയിട്ടുള്ള സിറ്റിയാണ്. ഇതിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് എന്താണ് വെറോണ മോനെ, വെറോണ കണ്ടിട്ടുള്ളവർക്ക് കാണാം. ജസ്റ്റ് ഞാനിതിൻ്റെ അകത്ത് കൂടി ഒന്ന് നടക്കണേ. ഈ സിറ്റിയിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയണം. സിറ്റീനെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു കാര്യങ്ങൾ. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു പാർക്കുണ്ട്. പാർക്ക് ക്രോസ് ചെയ്ത് ഇതിൽ വന്നാൽ ഇതിൽ വരാം. ഇനി ഇവിടെ ഒരു പ്യാസയുണ്ട്. കംപ്ലീറ്റ് ഒരു പ്യാസയാണ്. കണ്ട നേരെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. അതിവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് തോന്നും. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഞാൻ ബാക്ക് ചെയ്തിട്ട് നടക്കാനുള്ളൂ. ഇന്ന് എനിക്ക് തോന്നണം ക്ലോസിങ് ആണെന്ന് തോന്നണം. ആളുകൾ ഇന്ന് കയറണതായിട്ടൊന്നും തോന്നണം. റിസർവാക്ക് ആൻസിയോയിലും നെത്തൂണയിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളുള്ള സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാം. അതുണ്ട്, ടിക്കറ്റുണ്ട്. വരെ ക്ലോസ്. അവിടെ എഴുതി വെച്ച ടൈം രാവിലെ 9:45 മുതൽ 12:30 വരെയുള്ളൂ. ആഫ്റ്റർനൂൺ കാണിക്കണില്ല.
പുതിയ വഴികൾ സിസ്റ്റം നോക്കിയിട്ട് പറയാം. ഈ സിറ്റി കൂടി ഒരു ചർച്ചാണോ? കൊട്ടാരോ? ഇത് അരിയനേന്ന് മാറിയിട്ട് ഉള്ള അതിൻ്റെ പുറകിൽ തന്നെയുള്ള ഒരു സ്ക്വയർ ഒരു ചർച്ചുമാണ്. കുറച്ച് പഴക്കമുള്ള പള്ളിയാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കി വെച്ചാൽ നടക്കി വെച്ചാണ് എനിക്കൊരു പിടിക്കുന്നത്. ഫാനെല്ലാം കണ്ടുപിടിച്ചാണോന്ന് അറിയില്ല. ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ഔട്ടോസ്ട്രാദയ്ക്ക് ഇതിലാണ് പറയണത്. നെക്സ്റ്റ് വഴികളിൽ കൂടി തെണ്ടിത്തിരിഞ്ഞ പതിപ്പുണ്ടെങ്കിൽ അതാണ് ഈ സിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. തീരാപ്പാര നടക്കുന്നു വഴി.
എന്തൊക്കെ ഇനി ഇവിടെ നടക്കുമെന്ന് അറിയില്ല. ആയിട്ട് രക്ഷയില്ല. കറേജൊക്കെ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ പല പുഴകളും അടിപൊളി സിറ്റി. മഞ്ഞാസം ഞാനിപ്പോൾ ഇവിടെ ഒരു പുഴയുണ്ട്. പുഴയുടെ പേര് എനിക്കറിയില്ല, പഠിക്കാൻ അല്ല. അടിപൊളി സ്ഥലമാണ്. റോമ സിറ്റിയുടെ ചെറിയ പതിപ്പ്. പക്ഷെ എന്നാലും എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ ഫീലിങ്സ് ആയിരിക്കണം. ഞാൻ വെനീസിയ കണ്ടു കഴിഞ്ഞപ്പോൾ വെനീസിയാണ് കുറച്ചും കൂടി അടിപൊളിയായ സംഭവം എന്ന് വിചാരിച്ചത്. അദ്ദേഹത്തിനേക്കാളും വെനീസിയനേക്കാളും ഇപ്പോൾ നമ്മൾ കുറേ കണ്ടത് കൊണ്ടായിരിക്കും വെനീസിയയോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ സ്ഥിരം കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും. വെനീസിയ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മതി മറന്നു പോകണ പോലെ ഓരോ നഗരത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാവും നമ്മളോട്. എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നണേ ഇവിടെ ഈ വേനൽക്കാലത്തൊക്കെ ഇവിടെ ആൾക്കാർക്ക് കുളിക്കാൻ പറ്റുന്നതാണ്. വെള്ളത്തിൻ്റെ ഇത് കണ്ട കാരണം ഇവിടെ സമ്മർ സീസണിൽ എനിക്ക് തോന്നുന്നു താഴേക്ക് പോകാൻ പോസിബിലിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. എല്ലാ പോസിബിലിറ്റിയും നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ഞാൻ അങ്ങനെയാണ്. പരമാവധി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ചില കുറവുകളുണ്ടാവും, ചിലവർക്ക് വേറെ വല്ലതും ഉണ്ടാവും, ചിലവർക്ക് ഇങ്ങനെ നമുക്കുള്ള പോസിബിലിറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാനുള്ളൂ. അല്ലാത്ത പോസിബിലിറ്റീനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കരുത്. നമുക്ക് മുമ്പിൽ എന്താ ഉള്ളത് അത് നമ്മൾ എൻജോയ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കരുത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കാം എല്ലാവരും. ഞാൻ സിറ്റിയുടെ ഫോട്ടോ കൂടി എടുത്തിട്ട് തിരുമ്പി നടത്താത്ത സിറ്റി നമ്മുടെ ഹാരി പോട്ടറിലെ ടൗൺ പോലെയുണ്ട്. ആ ബാക്കിൽ കാണുന്ന ടൗൺ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ആദ്യം മലയാളികളില്ല, ശ്രീലങ്കക്കാരുണ്ട്. ആദ്യം കേട്ടിട്ടില്ല ആരും ഈ ടൗണിനെ കുറിച്ച്. കുറച്ചും കൂടിയും പഴയ കാലത്തുള്ള രണ്ട് സിറ്റി പറഞ്ഞാൽ എനിക്ക് വെനീസിയും നമുക്കറിയാവുന്നത്, പിന്നെ റോമുമാണ്. ഇറ്റലിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ വെറോണ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ അതിനേക്കാളും കൂടുതൽ പഴക്കേറിയ ബിൽഡിങ് കണ്ടത്. അതൊക്കെ കെട്ടിക്കണ പോലെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിട്ടുള്ള പോലെയുള്ള പടവുകൾ പോലെയാണ് അതൊക്കെ ചെയ്തു വെച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ചരക്ക് ഗതാഗതങ്ങളും മറ്റു പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്ന വലിയ ഒരു പുഴ തന്നെയാണ്. ഇവിടുത്തെ പുഴയ്ക്കൊക്കെ നല്ല വീതിയും ആഴവും ഒക്കെ ഉള്ള മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വെള്ളം ഉണ്ടാവും.
എല്ലാ പുഴയും ചെന്നേറണത് കടലിലാണല്ലോ. ആ കടലാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പുഴകൾ എപ്പോഴും ചരക്ക് ഗതാഗതത്തിന് ഓരോ സിറ്റീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വെനീസിയനെ പോലെ. വെറോണയും അതുപോലെ തന്നെ വലിയൊരു സിറ്റിയാണ്. റോമും നമുക്കറിയാവുന്നതിനെ പോലെ തന്നെ ഇതുപോലത്തെ ഒരു 3 വെറോണ വെച്ചാൽ 4 വെറോണ വെക്കേണ്ടി വരും. തിണ്ടി നടക്കാനൊരു വഴി ഓടി ഇപ്പോൾ പോകുന്ന വഴികൾ പോലെ എനിക്കൊരു മാപ്പും ഇല്ലാണ്ട് നടക്കണം. ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാനായി കിട്ടുമോ എന്ന് നോക്കാം. കഫേ ഉണ്ട്, കപ്പുച്ചിനോ ഉണ്ട്, തണുപ്പ് പിടിച്ച് കഴിയുമ്പേ മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഏതെന്താണ്ട് ഒരു സംഭവമാണ്. വരാൻ പറ്റാത്ത ഒരു ടൗണാണ്. പലവട്ടം വന്നിട്ട് ഈ സിറ്റിയിലൂടെ നടക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് പലപ്പോഴും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇവിടുത്തെ നാട്ടുകാരെക്കാലം കൂടുതൽ ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ. എനിക്കാണ് എന്താ സംഭവം എന്നറിയില്ല. ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റുമെന്നുള്ള അറിയില്ല. മരത്തിൻ്റെ ഭംഗിയാണ്. മഴ പിടിച്ചു. ചെറിയ ചെറിയ മഴകൾ, കുഞ്ഞു കുഞ്ഞു കാറ്റുകൾ. ഇവിടെ ഏതാണ്ട് ഒരു സ്ഥലം കാണാനുണ്ട്. മിസ്സിങ് ആയിട്ട് എന്താണെന്നറിയില്ല. എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടല്ല. ആ സ്ഥലമാണെന്നാണ് ലീപ് സ്ക്വയർ. പുറത്തെ സിനിമ ഇതെല്ലാം വഴിയിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ചെറിയ സിറ്റികളൊക്കെ ആവുന്ന മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കും. അതിലെന്നല്ലെങ്കിൽ നിങ്ങൾ കൂളായിട്ട് കിട്ടണ വഴി കൂടി കടന്നോണം. മാപ്പ് നോക്കി പോകണതായിരിക്കും നല്ലത്. മഴ പെയ്യുമ്പോൾ കുറേ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയും. നടത്താൻ കളി മഴയിൽ നമ്മൾ കളി നമുക്ക് ഷൂട്ട് ചെയ്യാനാണ്. അത്തരത്തിലുള്ള ഷൂട്ടും കൂടെ നടക്കും. ഇന്ന് കൊട്ട വെച്ചിട്ടുള്ള ഷൂട്ടാണ്. തോറധീലംബോത്തി അടുത്തതായിട്ട് നെക്സ്റ്റ് പ്ലേസ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ എത്തിക്കണേന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അടുത്തെവിടെയെങ്കിലും സിറ്റിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും.
ഇത് വെനീസിയ അല്ല, പക്ഷേ വെനീസിയയുടെ ഐറ്റംസ് ഇവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട്. വെനീസിയയിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം സാധാരണ കിട്ടാറ്. വെനീസിയയിൽ നിന്ന് വന്ന ആൾക്കാർ കൊറോണ കൂടിയാണ് വരാൻ പറ്റുള്ളൂ, അവർക്ക് മിലാനിലേക്കോ റോമിലേക്കോ പോകാൻ. അപ്പോൾ അവർ സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു സിറ്റിയും കൂടിയാണ് പറയണ വെനീസിയ, പാദുവ, അങ്ങനെയുള്ള സിറ്റികളെല്ലാം. അതിൽ സാന്താന്തോണിയുടെ നാടാണ് പാദുവ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ആളുകൾ അവിടെ മാത്രമല്ല, ഈ പറഞ്ഞ സ്ഥലത്ത് വെറോണയിൽ, കണിയായപ്പോൾ അവിടെ വന്നിട്ട് പാദുവിനേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. കാരണം റോഡ് മുഴുവനുള്ള അതിനുള്ള കാണാനുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. നമ്മൾ എർബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്യാസ ഉണ്ട്, വെറോണ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ അരിയന, പിന്നെ ചർച്ച് പോർത്തതി. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട ക്ലോക്ക് വാച്ചേഴ്സ്. മഴ പെയ്തുകൊണ്ട് കുറച്ച് ഷാഡോസ് ആയിരിക്കണം. നടക്കേണ്ട ആവശ്യമില്ല. നെട്ടപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ചെറിയ വഴികളാണ്, പക്ഷെ അതിൽ കടന്നു കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടിയും ആളുകളിലേക്ക് കയറാൻ പറ്റുന്നുള്ളത്. വെനീസിയയിലേക്ക് നമ്മുടെ റൂമിലും ഒക്കെ പോലെ തന്നെ ചെറിയ വഴികൾ, തിങ്ങി നിറഞ്ഞ വഴി കൂടി ആളുകൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കണേക്കാൾ അത്യാവശ്യം നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. അതിനുള്ളതുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്ന എനിക്ക് വണ്ടികൾ കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് പ്ലാൻ. ഏത് സ്ഥലത്തേക്കാണ് പോണേ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ. മഴയുണ്ട്. അങ്ങനെ നമ്മൾ വെറോണ സിറ്റിയുടെ താഴെ എത്തിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് തിരിച്ചു പോകുകയാണെങ്കിൽ പണിയാണ്. ഇതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിറ്റിയാണ്. പക്ഷെ വന്നിട്ട് അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും അച്ചീവ് ചെയ്ത് എല്ലാം നടന്ന് കാണാൻ പറ്റില്ല. ഒരു രാവിലെ ഇറങ്ങിയ പതുക്കെ നടന്ന് സമാധാനത്തിൽ നടന്ന് കാണാൻ പറ്റുന്ന ഒരു സൗണ്ടാണ്. ഭക്ഷണം കഴിക്കാനൊക്കെ സ്റ്റാളുണ്ട്, എല്ലായിടത്തും അതുണ്ട്. പരിപാടികൾ, ഫുഡിന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ടൗണാണ്. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണാനും മനസ്സിലാക്കാനും പിന്നെ സമാധാനത്തിൽ പോയിട്ട് ഇതൊക്കെ കാണാനേ നടക്കുള്ളൂ. കാരണം ധൃതി പിടിച്ച ഇവിടെ ഒന്നും നടക്കില്ല. കാരണം ഈ സിറ്റി അത്രയ്ക്കും ബ്യൂട്ടി ആയിട്ടുള്ളൊരു സിറ്റിയാണ്. അപ്പോൾ അത് പതുക്കെ സമാധാനത്തിൽ വന്ന് കാണാൻ താല്പര്യമുള്ളവരൊക്കെ വേറെ കൂടെ. ഇതാണ് ഈ പുറത്തേക്ക് കൂടി, ഈ ഒരു വാതിൽ കൂടിയാണ് വണ്ടികൾ വന്നിട്ട് ഇവിടെ വളഞ്ഞ് ഇവിടെ വന്ന് നിർത്തി തിരിച്ചു പോകാനും വരുന്നതും എല്ലാം ഈ ഭാഗത്ത് തന്നെ കേട്ടാ. വരുന്നവരെ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് വളഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഒരു ക്ലോക്ക് ആർച്ച് പോലെയുള്ള ഭാഗമുണ്ട്, അത് ക്ലോസ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവിടെ ഒരു സ്റ്റോപ്പ് കാണാൻ പറ്റും. നല്ല കൊടും തണുപ്പത്തൊക്കെ ഇവിടെ വരും, നല്ല രസമായിരിക്കും. മനസ്സിലായി? നമ്മളിപ്പോൾ നിന്നത് വെറോണയുടെ ഓൾഡ് സിറ്റിയിലേക്കാണ്. കാരണം ഈ സിറ്റിയിലേക്ക് കയറുന്ന വഴിയാണ്. ഓൾഡ് സിറ്റിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടന്നാൽ ചിത്ത ദി വെറോണ വെക്കേറ്റാണത്. ഇത് ഓൾഡായിട്ടുള്ള സിറ്റിയാണ്. ആ സിറ്റിയുടെ നമ്മൾ ഇതിൽ വരാം. പണ്ടത്തെ ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും അത് അങ്ങനെ ഇവർ കീപ്പ് ചെയ്തു. ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ സാധാരണ പോലെ വേറൊരു അറ്റ്മോസ്ഫിയറും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നടക്കുകയെ തന്നെ പറ്റും. ചുള്ളമട്ടിച്ചിറങ്ങി നടക്കാൻ മാക്ഡോൺസ് കണ്ടുപിടിച്ചാൽ ഒരു മാക്ഡോൺസ് ഉണ്ട്. KFC അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. നമ്മളാ അരീനയുടെ ബാക്കിൽ തന്നെ വെറോണ അരീനയുടെ സൈഡിൽ തന്നെ KFC ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ പുറത്തേക്ക് ഇറങ്ങി സിറ്റിയുടെ ഒരു മാക്ഡോൺസ് ഉണ്ട് സൈഡിൽ, മാക്ഡോൺസ്. പിന്നെ ഇവിടെ നിന്ന് വണ്ടി വളഞ്ഞു കഴിഞ്ഞു. ഇവിടെ 12, 11 അങ്ങനെയുള്ള ബസ്സുകളാണ് ഞാൻ വന്നത്. തിരിച്ചു പോണതും അതേപോലത്തുള്ള ബസ്സുകൾ തന്നെയായിരിക്കും. കാരണം ഇത് ടച്ച് ചെയ്ത് പോണ ബസ്സുകളെ ഇവിടെ വെച്ച് ഡിവിയേഷൻ നടക്കുന്നുണ്ട് ബസ്സുകൾക്കൊക്കെ. ബസ് മാറി കയറി പോകരുത്, ചോദിച്ച് കയറാം. അത്യാവശ്യം ഇവിടെ ആൾക്കാർ ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്.
ഇത് കണ്ട ഇവിടെ ആൾക്കാർ ഫുട്പാത്തിൽ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുണ്ടാവും. ഒരു പുറകിൽ തന്നെ ഡിവേഷൻ നടക്കണ ഭാഗമാണ് ഇത് രണ്ടും. ബസ്സുകൾ പല ഡയറക്ഷനിലേക്കാണ്. എന്നുവെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയ വലിയ വേറൊരു സിറ്റിയാണ്. സ്റ്റേഷനിലേക്ക് കയറി പോകാനുള്ള സ്ഥലമുണ്ട്, മറ്റേ ഇതിലേക്ക് കയറി പോകാനുള്ള വഴി, വേറെ ലൊക്കേഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇലകളും പ്രകാശികളൊക്കെ കാത്തിരിക്കുകയാണ്. പിന്നെ കുരുവികളൊക്കെ കോളേജ് കഴിഞ്ഞ് അത്രയും വീട്ടിൽ പോയിട്ട് ഇവിടെ തന്നെ ഇരുന്നാണ്. ഇവിടുത്തെ ഈ കൂട്ടുകളാണ്. ഈ കൂട്ടുകൾ നല്ല രസമുണ്ട്. ഈ പാർക്കാണ്. അതിനകത്ത് ഒരു ഭ്രാന്തൻ ഓടാൻ പറ്റി പാർക്കാണ്. ശേഷം ഞാൻ കണ്ടു. ഞാൻ തിരിച്ചു വന്നപ്പോൾ നടന്നാണ് വന്നത്. പക്ഷെ നടന്നു വരാനായിട്ട് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ മാപ്പിൽ പറയുന്ന പോലെ ഉള്ള ഷോർട്ട് കട്ടല്ല. ജസ്റ്റ് ത്രൂ ആയിട്ട് ഇങ്ങനെ നടന്നു വരാൻ പറ്റും. മനസ്സിലായി?